തുടരുന്നു. പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കോൺഗ്രസ് കണ്ണാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലാണ് രാഹുൽ പങ്കെടുത്തത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, പല പരിപാടികളിലും പങ്കെടുത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിൽ എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ്, സസ്പെൻഷനിലാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത് മറ്റൊരു ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. അനുജ, അത് തന്നെയാണ്. ഈ ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയിരുന്നു. പക്ഷേ പിന്നീട് മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടികളിലടക്കം രാഹുൽ സജീവമായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും രാഹുലിനെ പങ്കെടുപ്പിക്കില്ല എന്ന് തന്നെയായിരുന്നു പാർട്ടിയുടെ നിലപാട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാർട്ടി പ്രവർത്തനങ്ങളിലടക്കം MLA സജീവമാകുന്നു എന്നതാണ് കാഴ്ച. ഇന്നെന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ യോഗങ്ങളിലും പരിപാടികളിലുമൊക്കെ രാഹുൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണ് രാഹുൽ പങ്കെടുത്തത്. ഒപ്പം തന്നെ ഈ KSU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരായിരുന്നു സ്ഥാനാർത്ഥികൾ. മറ്റൊന്ന്, ഈ കണ്ണാടി മണ്ഡലം നേരത്തെ തന്നെ ഈ ഷാഫി വിഭാഗത്തെ അനുകൂലിക്കുന്നവർ പ്രവർത്തകർ കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ കണ്ണാടിയിലെ വിവിധ പരിപാടികളിൽ രാഹുൽ നേരത്തെ മുതൽ തന്നെ സജീവമായിരുന്നു. ഇതോടുകൂടി ഈ ഷാഫി പറമ്പിൽ അനുകൂലികൾ രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. എന്തായാലും ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തതോടുകൂടി പാർട്ടിയിലെ തന്നെ മറുവിഭാഗം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു MLA പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ ഒരു വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതോടുകൂടി ചർച്ചയാകുന്നത്. കാരണം നേരത്തെയും പല MLA എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പോലും കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ ഒരാളാണ്. കോൺഗ്രസ് ഇതിനു മുൻപ് നടന്നിട്ടുള്ള പരിപാടികളിലൊക്കെ അതൊക്കെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല, അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല എന്നൊക്കെ DCC അധ്യക്ഷൻ പറയുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം വന്നോ? അനുജ, നിലവിൽ അങ്ങനെ ഔദ്യോഗികമായി ഒരു പ്രതികരണങ്ങളും നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. പക്ഷെ നേരത്തെ തന്നെ ചില വേദികളൊക്കെ പങ്കിട്ടതുമായി ബന്ധപ്പെട്ട് VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ രാഹുലുമായി നേരത്തെ തന്നെ വേദി പങ്കിട്ടിരുന്നു. അന്നൊക്കെയുള്ള ഒരു വിശദീകരണം ഒരു ഔദ്യോഗിക പരിപാടിയിൽ MLA MP എന്നൊക്കെ നിലയിൽ ചിലപ്പോൾ വേദി പങ്കിടേണ്ടി വരും, അതിൽ മറ്റൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നായിരുന്നു നേരത്തെയൊക്കെയുള്ള വിശദീകരണം. പക്ഷേ ഇതെന്തായാലും പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ രാഹുൽ പങ്കിട്ടത് വിവാദമായിരിക്കുകയാണ്. നിലവിൽ ഇതിൽ നേതാക്കൾ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അനുജ, അതാണ് ഇപ്പോൾ ഒരു MLA എന്ന രീതിയിൽ പങ്കെടുക്കേണ്ടുന്ന പരിപാടിയല്ല ഇത്. ഇതിനു മുൻപ് ഒരു യോഗം, അത് കോൺഗ്രസിന്റെ യോഗമാണ്, അതിൽ പങ്കെടുത്തു. ഇപ്പോൾ ഇതാ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. കണ്ണാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിൽ രാഹുൽ പങ്കെടുത്തു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.